ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 56 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടി പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടി സന്തോഷിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാണെന്നു പാർക്കുമോ. വാർദ്ധക്യത്തിലായിരുന്ന തൻ്റെ ബന്ധു എലിസബത്ത് ഒരു മകനെ ഉദരത്തിൽ വഹിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഗബ്രിയേൽ ദൂതനിൽ നിന്നും ലഭിച്ച അമ്മ മറിയം തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്ന് ആ ബന്ധുവിൻ്റെ പ്രസവകാലത്തിനു മുൻപുള്ള 3 മാസങ്ങളിൽ ആ വാർദ്ധക്യത്തിലിരിക്കുന്ന എലിസബത്തിനെ ശുശ്രൂഷിച്ച് ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിയിരിക്കുന്ന അമ്മ മറിയവും ക്രിസ്തുവിൻ്റെ മുന്നോട്ടക്കാരനായ യോഹന്നാൻ സ്നാപകനെ ഉദരത്തിൽ പേറിയിരിക്കുന്ന എലിസബത്തും ഒരുപക്ഷെ ഈ 3 മാസങ്ങളിൽ അവർ വളരെയധികം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടാകാം, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. രണ്ടുപേരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു എന്ന് നമ്മൾ മുൻപ് വായിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആ 3 മാസങ്ങൾക്ക് ശേഷം മറിയം തിരിച്ചു പോവുകയും എലിസബത്ത് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ ഒരു മകനെ പ്രസവിക്കുകയുമാണ്. അവളുടെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ദൈവം വാർദ്ധക്യത്തിൽ അവളോട് കാണിച്ച കരുണ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അവളോടുകൂടി സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സമയം. ഇവിടെ സ്നാപകൻ്റെ ജനനത്തിൽ മാതാപിതാക്കൾ മാത്രമല്ല, അയൽക്കാരും ബന്ധുക്കളും സന്തോഷിക്കുന്നതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇനിയൊരിക്കലും കുട്ടികൾ ഉണ്ടാകുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു പ്രായം കവിഞ്ഞ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിലുള്ള ഒരു വലിയ സന്തോഷം. രണ്ടാമത്തെ ഒരു കാരണം, ആ കുട്ടിയുടെ പേര് ദൈവം തന്നെ നിർദ്ദേശിച്ചതിലുള്ള ഒരു സന്തോഷം. മൂന്നാമത്തെ ഒരു കാരണവും കൂടിയുണ്ട്, സക്രിയായുടെ സംസാരശക്തി തിരിച്ചു കിട്ടിയതിലുള്ള ഒരു വലിയ സന്തോഷം. അങ്ങനെ ആ സമൂഹത്തിന്, ആ വൃദ്ധരായ ദമ്പതികൾക്കും അവരുടെ ബന്ധുമിത്രാദികൾക്കും അയൽക്കാർക്കും ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ സന്തോഷിക്കുന്ന ഒരു സമയം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും നീ തരുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ, നിൻ്റെ കരുണ ഞങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിൽ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ അയൽക്കാരും ബന്ധുമിത്രാദികളും ഒരുപോലെ നിൻ്റെ ആ കരുണയുടെ സമയത്തിൽ, നിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ സമയത്തിൽ അത് മനസ്സിലാക്കുവാനും അതിൽ സന്തോഷിക്കുവാനും അതിൽ നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.